തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2023-24 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 2 വാട്ടർ കിയോസ്കുകൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 10 ലക്ഷം രൂപ ചിലവഴിച്ച് 9ാം വാർഡിൽ കൈതക്കൽ സബ് സെന്ററിലും 2ാം വാർഡിൽ സുനാമി കോളനിയിലുമാണ് വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർ ഷാജി ആലുങ്ങൽ, പഞ്ചായത്ത് സെക്രട്ടറി IP പീതാംബരൻ, പ്ലാൻ അസിസ്റ്റന്റ് റിയാസ്, ആശാ വർക്കർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഉപകാരമുള്ള ഏത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് തരും. നമുക്ക് നമ്മുടെ തീരദേശത്ത്, പ്രത്യേകിച്ച് തീരദേശത്ത് ഉപ്പുവെള്ളം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ, എൻ്റെ ചെറുപ്പത്തിൽ വേണ്ട, കൊണ്ടുള്ള ചെറുപ്പത്തിൽ ഇവിടെ എങ്ങനെ വെള്ളം കുടിച്ചിരുന്നത്? എങ്ങനെ വെള്ളം കുടിച്ചിരുന്നത് ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാലോ. പുറത്തുനിന്ന് കിണറ്റിന്ന് ഒക്കെ. അപ്പൊ നമ്മുടെ പ്രകൃതിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അന്ന് ഉണ്ടായിരുന്ന വെള്ളം നമുക്ക് ഇപ്പൊ കിട്ടാതായി. സത്യത്തിന് കിട്ടാതായതാണ്. അതിന് കാരണങ്ങളിലൊന്ന്, ഞാൻ പറയുമ്പോൾ ആർക്കും ഭക്ഷണം തോന്നരുത്, നമ്മുടെ നാട്ടിൽ ഒരുപാട് നിലമുണ്ടായിരുന്നു. ഈ നിലത്തിന് വെള്ളം കെട്ടിയിരുന്നിരുന്നു. ഈ കെട്ടിയിരുന്ന വെള്ളം ഊർന്ന് ഇറങ്ങിയിട്ടാണ് നമുക്ക് ശുദ്ധജലം കിട്ടിയിരുന്നത്. മഴ പെയ്യുന്ന വെള്ളം അതിൽ കെട്ടിയിരുന്നിട്ട് ഊർന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ശുദ്ധജലം കിട്ടിയിരുന്നു. ഇപ്പോൾ പാടം നികത്തിയത് കാശുള്ളവർ നികത്തി, കാശില്ലാത്തവർ നികത്തി. കാശുള്ളവർ ഏക്കറാണെങ്കിൽ നികത്തി, കാശില്ലാത്തവർ 3 സെന്റ് 5 സെന്റ് നികത്തി. അപ്പോൾ വെള്ളം കെട്ടി വെക്കാൻ സ്ഥലമില്ലാണ്ട്, വെള്ളം കെട്ടി വെക്കാൻ സ്ഥലമില്ലാതെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കടപ്പുറത്തുനിന്ന് ഉപ്പുവെള്ളങ്ങൾ കയറാൻ തുടങ്ങി. ഇതാണ് നമുക്ക് ഉപ്പുവെള്ളത്തിൻ്റെ പ്രധാന കാരണം. അതാണ് മണപ്പുറ ഫൗണ്ടേഷൻകാർ 14 വീടുണ്ട്. ഞാനത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എൻ്റെ പാർട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നോക്കാതെ ആവശ്യമുള്ള ആളുകൾക്ക് കൊടുത്തത്.
ഞാനതിനെ തിരഞ്ഞെടുത്തത് ഇവിടുത്തെ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും എല്ലാ പാർട്ടിയുള്ള പഞ്ചായത്ത് മെമ്പർമാരും അവർ പ്രപ്പോസ് ചെയ്യുന്ന വീടുകൾ ഇങ്ങനെ 4 വീട് അടിച്ചിട്ട് ഇരിക്കുന്നു. പഞ്ചായത്ത് ബസ്സിന് 3 വീടുണ്ട്, നോക്കുമ്പോഴേക്ക് 4 വീടുണ്ട്. അപ്പോൾ നമ്മുടെ വികസന കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം നോക്കാൻ നമുക്കൊന്ന് പ്രവർത്തിച്ചാൽ എന്താണ് സംഭവിക്കുക, വേറെ ലോകം നിറഞ്ഞു വീഴാൻ പോകണമെന്നില്ല. അപ്പോൾ അത് എല്ലാവരും കൂടെ കൈകോർത്ത് ഒന്നിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും നടക്കും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇതൊക്കെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ